തിരുപ്പതിയിൽ ഒരു പ്രായശ്ചിത്തം നടക്കാൻ പോവുകയാണ്. മായമില്ലാത്ത 8 ലക്ഷത്തോളം ലഡ്ഡു പ്രസാദം ഒരുങ്ങുന്നു. ലഡ്ഡു വിവാദത്തിന് പ്രായശ്ചിത്തം ചെയ്യാനൊരുങ്ങി ദേവസ്വം. ബ്രഹ്മോത്സവമാണ് വരും ദിവസങ്ങളിൽ. ബ്രഹ്മോത്സവത്തിന് തിരുപ്പതി തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഒരു ദിവസം ഏകദേശം 1 ലക്ഷത്തിലധികം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. 4-ാം തീയതി ഉത്സവം ആരംഭിക്കും. ഈ മാസം 12 വരെ ഉത്സവം ഉണ്ടാവും. ബ്രഹ്മോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ പതിവ് ശുചീകരണ ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ ശുചീകരണ ചടങ്ങുകൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമുള്ള ശുചീകരണ ചടങ്ങുകളാണ്. കോവിൽ ആൾവാർ തിരുമഞ്ജനം എന്നറിയപ്പെടുന്ന ശുചീകരണ പ്രക്രിയ വർഷത്തിൽ 4 തവണ വീതമാണ് നടത്താറുള്ളത്. പ്രധാന ഉത്സവങ്ങൾക്ക് മുൻപുള്ള ചൊവ്വാഴ്ചകളിലാണ് ചടങ്ങ് നടത്തുക. തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ജെ ശ്യാമള റാവു ബ്രഹ്മോത്സവത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. പുറമെ തെലുഗു ഉഗാദി, അണിവാര അസ്ഥാനം, വൈകുണ്ഠ ഏകാദശി തുടങ്ങിയ വിശേഷ ദിനങ്ങൾക്ക് മുൻപും ഈ ചടങ്ങ് നടത്തുന്നുണ്ട്. ചടങ്ങിന്റെ ഭാഗമായി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ക്ഷേത്രവും വിഗ്രഹങ്ങളും മുഴുവൻ പൂജാപാത്രങ്ങളും വൃത്തിയാക്കും. ക്ഷേത്ര ചുവരുകളിലും മേൽക്കൂരകളിലൊക്കെ പ്രത്യേക സുഗന്ധമുള്ള ലേപനം പൂശും. പുലർച്ചെ 6 മണിക്കും 10 മണിക്കും ഇടയിലായിട്ടാണ് മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാക്കുക. ചടങ്ങിന്റെ സമയത്ത് ദേവന്റെ വിഗ്രഹത്തിന്റെ വെള്ള നിറത്തിലുള്ള വസ്ത്രം ഉപയോഗിച്ച് വിഗ്രഹത്തെ മൂടിയിടും. ചടങ്ങുകൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആ മൂടുപടം നീക്കുക. അതിനുശേഷം ദേവന് പ്രത്യേക പൂജകൾ നടത്തി നിവേദ്യം സമർപ്പിക്കും. ക്ഷേത്രത്തിലെ ലഡ്ഡു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ലഡ്ഡു തയ്യാറാക്കുന്ന നെയ്യ് സൂക്ഷിക്കുന്ന പാത്രങ്ങളിലും മറ്റു വഴിപാടുകൾ ഒരുക്കുന്ന സ്ഥലത്തൊക്കെ TTDയുടെ നേതൃത്വത്തിൽ ശുചീകരണ ചടങ്ങുകൾ നടത്തിയിരുന്നു. ബ്രഹ്മോത്സവത്തിന് എത്തുന്ന ഭക്തർക്കായി പ്രതിദിനം 8 ലക്ഷത്തോളം ലഡ്ഡു തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ബ്രഹ്മോത്സവത്തിന് ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ സ്പെഷ്യൽ ദർശന സേവനങ്ങളും താൽക്കാലികമായി TTD നിർത്തിവച്ചിരിക്കുകയാണ്. 1-ാം ദിവസം ഗരുഡ ധ്വജാരോഹണത്തോടെ ഉത്സവം ആരംഭിക്കും. വൈകുന്നേരം യജ്ഞശാലയ്ക്ക് ആവശ്യമായ ഭൂമി ദാനമായി സ്വീകരിക്കുന്നതിന് ഭരണാധിപനായ വിശ്വക്സേന യാത്ര തിരിക്കും. ദാനമായി സ്വീകരിക്കുന്ന ഭൂമിയിലാണ് ഹോമം നടക്കുക. എല്ലാ ദേവതാ സങ്കല്പങ്ങളെയും വിശ്വക്സേന യജ്ഞഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യും. 1-ാം ദിനം ശേഷാദ്രിനാഥനെ പല്ലക്കിലും തുടർന്ന് ശേഷവാഹനത്തിലും എഴുന്നള്ളിക്കും. 2-ാം ദിനത്തിൽ ശേഷവാഹനത്തിലും സിംഹവാഹനത്തിലും, 3-ാം ദിനം സിംഹവാഹനത്തിലും പവിഴം കൊണ്ടുള്ള മണ്ഡപത്തിലും, 4-ാം ദിനം കൽപ്പവൃക്ഷ വാഹനത്തിലും, വൈകുന്നേരം സ്വർണ്ണ മണ്ഡപത്തിലും എഴുന്നള്ളി ഭഗവാൻ ദർശനം നൽകുന്നു. 5-ാം ദിനം കഴിഞ്ഞ 4 ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മോഹിനി വേഷത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുക. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട് അമൃത് വീണ്ടെടുക്കാൻ വിഷ്ണു മോഹിനി വേഷം സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കാണിത്. സ്ത്രീകൾക്കുള്ള ആഭരണങ്ങൾ ധരിപ്പിച്ച് ഇരിക്കുന്ന രീതിയിലും വരദഹസ്ത രീതിയിലുള്ള വലത്തേക്കരം അഭയഹസ്ത രീതിയിലുമാക്കുന്നു. സ്വർണം പതിച്ച സാരി, കിരീടത്ത് സൂര്യചന്ദ്രന്മാരുടെ പ്രതീകമായുള്ള വജ്രം, കൂടാതെ മൂക്കൂത്തി, കർണാഭരണം, ശംഖുചക്രങ്ങൾ ധരിക്കുന്ന 2 കരങ്ങളിൽ താമര, മോഹിനി വേഷത്തിലെ ഇതൊക്കെ പ്രത്യേക അലങ്കാരമാണ്. വേദങ്ങളിലും ഗരുഡനിലുമാണ് മോഹിനി രൂപത്തിലുള്ള എഴുന്നള്ളത്ത്. 6-ാം ദിനം ഹനുമാന്റെ പുറത്തും ഐരാവതത്തിന്റെ പുറത്തും, 7-ാം ദിനം സൂര്യചന്ദ്രന്മാരാകുന്ന വാഹനങ്ങളിലും, 8-ാം ദിനം വലിയ സ്വർണ്ണരഥത്തിലും, 9-ാം ദിനം ആന്തോളികയിലും ഉച്ചശ്രവസിന്റെ പുറത്തുമാണ് ദേവന്റെ എഴുന്നള്ളത്ത്. 10-ാം ദിനം ഉത്സവം സമാപിക്കുന്നു. സ്നാനത്തിൽ ബ്രഹ്മാവും പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം. കാരുണ്യവർഷവുമായി ഭക്തർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ബാലാജിയുടെ സാന്നിധ്യം ചൈതന്യവത്താക്കിയ തിരുപ്പതി ക്ഷേത്രം. ചരിത്രത്താളുകൾ 1300 വർഷത്തെ പഴക്കം കൽപ്പിക്കുന്ന ക്ഷേത്രം. പുരാണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്ഷേത്രത്തിന് അതിലേറെ പഴക്കം കാണാം. ദിവസവും 30,000-നും 35,000-നും ഇടയ്ക്ക് ഭക്തർ തിരുപ്പതി സന്ദർശിക്കുന്നു എന്നാണ് കണക്ക്. ബാലാജിക്ക് ഭക്തർ നൽകുന്ന കാണിക്കയോ വർഷമാകെ 150 ദശലക്ഷം വരും. എന്തായാലും വിവാദങ്ങളിലൊക്കെ അകപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഉത്സവമാണ്. ഈ ഉത്സവത്തിന് ശേഷം ഭഗവാന്റെ പ്രസാദത്തിന് മേലുണ്ടായ ആ ഒരു വിവാദങ്ങളൊക്കെ മാറട്ടെ. വീണ്ടും പരിശുദ്ധിയോടെ ഭഗവാന്റെ പ്രസാദം ഭക്തർക്ക് നൽകാൻ ക്ഷേത്ര അധികൃതർക്ക് സാധിക്കട്ടെ. അതിനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.